താലി. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. തന്റെ പ്രണയം പറയുന്നതിനൊപ്പം തന്നെ ശ്രീയുടെ മുഖവും അവളുടെ മാറിലേക്ക് അമർന്നിരുന്നു. ഒപ്പം വിരലുകൾ ആ ശരീരത്തിലൂടെ 1000 പാതകൾ തിരയാൻ തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ അവന്റെ മുഖം നാഭിച്ചുഴിയിൽ പല്ലുകൾ താഴ്ത്തിയതും മിത്തു അവനെ പിന്നിലേക്ക് തള്ളിമാറ്റി ഒപ്പം കട്ടിലേക്ക് കമിഴ്ന്നു കിടന്നു. പ്രതീക്ഷിക്കാതെ ഉണ്ടായതുകൊണ്ട് മാത്രം അവനും അവളിൽ നിന്നും അകന്നുപോയി. ദേവാ, അത്രയും ആഗ്രഹത്തോടെ അവൻ പിന്നെയും അവൾക്കരികിലേക്ക് എത്തി. ദേവാ, കമിഴ്ന്നു കിടന്നവളുടെ ചെവിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് ശ്രീ അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. പ്ലീസ് ശ്രീയേട്ടാ. എന്താടാ? പിന്നെയും അവളിലെന്തോ തിരയാൻ തുടങ്ങിയ വിരലുകളെ മിത്തു പിടിച്ചു വെച്ചു. വേണ്ട ശ്രീയേട്ടാ. ദേവാ, ആര് ഓക്കെ? അവൻ അവളെ തിരിച്ചു കിടത്തിയ മുഖത്തേക്ക് നോക്കി. മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. മുഖത്ത് അതുവരെ ഇല്ലാതിരുന്നൊരു വെപ്രാളവും. ദേവാ, എന്താടാ? കരയാനിപ്പോ എന്തുണ്ടായി? ആ കവിളിൽ കൈവച്ചവൻ ചോദിച്ചതും അവൾ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ കലങ്ങി മറിയുന്നുണ്ടെന്ന് മനസ്സിലായതും അതുവരെ പ്രണയത്താൽ ഉന്മത്തനായിരുന്നവന്റെ ഉള്ളും ഒന്ന് പരിഭ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവളായി പറയട്ടെ എന്ന് കരുതി അതുപോലെ ചേർന്ന് കിടന്നു. ശ്രീയേട്ടാ, നിന്റെ മനസ്സിൽ എന്താണെങ്കിലും പറയടാ, എന്നോടല്ലേ ദേവാ. എനിക്കെന്തോ ഇതൊക്കെ എല്ലാം പെട്ടെന്നാണെന്ന് തോന്നുന്നുണ്ടോ ദേവാ? അറിയില്ല ശ്രീയേട്ടാ, പക്ഷെ ഞാനൊട്ടും കംഫർട്ടബിൾ അല്ല. എന്തോ വല്ലാത്തൊരു പേടി. അത് കേട്ടതും ശ്രീ അവളുമായി എഴുന്നേറ്റിരുന്നു. നോട്ടം മാറ്റാതെ തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയതും അവൾ അവനിൽ നിന്നും മിഴികൾ താഴ്ത്തി. ദേവാ, താഴോട്ട് നോക്കല്ലേ, എന്നെ നോക്ക്. അവൻ അവളുടെ താടി പിടിച്ചുയർത്തുകയും മിത്തു അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ശ്രീയേട്ടാ, അത് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല. എങ്ങനെ വേണമെങ്കിലും നീ പറഞ്ഞോടാ, ഞാൻ കേട്ടോളാം. ഒരു കണ്ണിറുക്കി അല്പം കുസൃതി കലർത്തിയവൻ പറഞ്ഞതും മിത്തുവിന്റെ മുഖം മാറി. ഒരു പുരികം പൊക്കി അവൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ, ഇപ്പൊ ഓക്കെ ആയി. ഇനി മോള് വേഗം പറഞ്ഞോ. അവളെ മാക്സിമം ഈസാക്കിയവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. നോക്ക് ദേവാ, നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. എന്ത് വേണമെങ്കിലും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്തും, ഈവൻ എല്ലാ കാര്യങ്ങളും. അവളുടെ വിരലുകൾ അവന്റെ കയ്യിലൊന്ന് താന്നു. അയ്യേ, എന്താ ദേവ ഇങ്ങനെ? ഇതിനൊക്കെ എന്തിനാ താനിങ്ങനെ നെർവസ് ആവുന്നത്? മറുപടി കിട്ടില്ലെന്നറിഞ്ഞിട്ടും അവൻ അവളെ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണാടിയിലൂടെ സൈഡിലുള്ള സ്റ്റാൻഡിലേക്ക് കയറ്റിയിരുത്തി. ആ, ഇപ്പൊ പൊക്ക റെഡിയായി. ഇനി മുഖത്ത് നോക്കി സംസാരിക്കാലോ. അവൻ അവൾക്ക് മുന്നിലേക്ക് കയ്യും കെട്ടി നിന്നു. അവളുടെ നോട്ടം അവനിൽ മാത്രമായി. നോക്ക് ദേവ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് ഒരു കൺഫെഷൻ നടത്തിയില്ലെങ്കിലും എനിക്കും അറിയാം. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേർക്കിടയിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണിത്. അതൊരു പ്രോമിസ് അല്ല എന്ന് പറയുമ്പോഴും പരസ്പരം ഉള്ളു നിറഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് അതൊരു വാഗ്ദാനം തന്നെയാണല്ലോ. ഞാൻ നിന്റെയും നീ എന്റെയും മാത്രമാണെന്നുള്ളൊരു ഉറപ്പ്, പരസ്പര വിശ്വാസം, ഇതൊക്കെ എന്റെ ചിന്തകളാണ് കേട്ടോ. താനും അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാവൂ. അല്ലാതെ ഒരാളുടെ ആഗ്രഹത്തിന് മറ്റൊരാൾ പാവയെ പോലെ നിന്നു കൊടുക്കുന്നതൊന്നും ഒന്നും സ്നേഹമല്ല ദേവ. അതൊക്കെ ഒരുതരം വിധേയത്വമാണ്. എനിക്കത് നിന്നെ അങ്ങനൊന്നും വേണ്ട. മറിച്ച് നീ എന്നെ വല്ലാതെ ആഗ്രഹിക്കുമ്പോൾ എന്നോടുള്ള സ്നേഹം പരിധികൾ ലംഘിച്ച് പുറത്തേക്ക് വരുമ്പോൾ മാത്രം നിന്നെ എനിക്ക് അറിഞ്ഞാൽ മതി. അതല്ലാതെ ഏത് നിമിഷത്തിലും എന്നോട് നോ പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. എ ബിഗ് നോ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അവളുടെ മനസ്സൊന്ന് തണുത്തു. മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവനും അത് ഏറ്റെടുത്തു. ഇപ്പോ ടെൻഷനൊക്കെ മാറിയല്ലോ അല്ലേ? അവള് അതേ തലയാട്ടി. എങ്കിൽ താഴേക്ക് പോകാം. അവൻ അവളെ ടേബിളിൽ നിന്നും ഇറക്കി നിർത്തി. ഒരു സെക്കൻഡ്, ഞാൻ ഈ ടീഷർട്ട് ഒന്ന് ഇട്ടോട്ടെ, എന്നിട്ട് ശടയുന്ന അടുക്കളയിലോട്ട് പോകാം. എന്തേ? അവൻ കളി പറഞ്ഞ് ഷർട്ട് എടുത്തതും പിന്നിൽ നിന്ന് 2 കൈകൾ അവനെ ഇറുക്കപ്പുണർന്നു. ഒപ്പം പിൻഭാഗത്തെ ചുണ്ടുകൾ 3-4 തവണ തൊട്ടുമാറി. എന്തു പറ്റി പെട്ടെന്ന്? നന്ദി പറയാൻ വേണ്ടി മാത്രം, എന്നെ ഇത്രയും നന്നായി മനസ്സിലാക്കിയതിന്. ഓഹോ, അപ്പൊ ഈ കണക്ക് പോവുകയാണെങ്കിൽ ഏട്ടൻ കുറെ ഉമ്മയെ കിട്ടിവരുമെന്നും ബോധിക്കുമെന്നും തോന്നുന്നല്ലോ. അവളെ പിന്നിലൂടെ കൈയിട്ട് മുന്നിലേക്ക് നിർത്തിയവൻ മൂക്കൊന്ന് വലിച്ചു വിട്ടു. ശ്രീയേട്ടാ. അവള് മൂക്ക് നിറവി അവനെ ഒന്ന് കലിച്ചു നോക്കി. പിന്നെ ഒരു നിമിഷം വൈകാതെ ശ്രീയുടെ കുറുമ്പ് അലർച്ചയായി മാറി. അവോ, എന്റെ നെഞ്ച്! മിക്കവാറും ഞാൻ ഈ രോമം മൊത്തം ഷേവ് ചെയ്ത് കളയേണ്ടി വരും. ഈ കൊഴുപ്പ്! എന്റെ ദൈവമേ, നീറിയിട്ട് വയ്യ. ഇന്ന് നിനക്കുണ്ടടി. നെഞ്ചിൽ തടവി ദേഷ്യപ്പെട്ട് താഴെ ചെല്ലുമ്പോൾ കാണുന്നത് ഫുഡ് പാത്രത്തിലാക്കി ഓവനിലേക്ക് വെക്കുന്നവളെയാണ്. ഒന്നും ആലോചിച്ചില്ല.
ഓടിച്ചെന്നവളെ വട്ടം ചുറ്റി അങ്ങ് പിടിച്ചു. ശ്രീയേട്ടാ, വേണ്ട, ഞാൻ ചുമ്മാ തമാശയ്ക്ക്. ആണോ? എങ്കിൽ ഞാനും തമാശയ്ക്കാം. ശ്രീയേട്ടാ വേണ്ട, നോവും. ഏയ്, ഒട്ടും നോവില്ല. ഏട്ടനെ പയ്യെ നോവിക്കാതെ കുഞ്ഞാവെ കടിക്കാൻ അറിയാം. അല്ലെങ്കിൽ ശ്രീയേട്ടൻ അവന്റെ കുഞ്ഞിയെ വേദനിപ്പിക്കുമോ? പറയുകയും ഷോൾഡറിൽ നിന്നും ചുരിദാർ നീക്കി അവൻ കടിച്ചതും ഒത്തിരുന്നു. വേദനയിൽ ശബ്ദമുയർത്താൻ പോയവളുടെ വായ് പൊത്തിപ്പിടിക്കാനും ഇതിനിടയിൽ അവൻ മറന്നില്ല. എങ്ങനുണ്ടായിരുന്നു മോളെ? നല്ല സുഖം തോന്നിയില്ലേ? കണ്ണു നിറച്ച് മുഖം ചുവപ്പിച്ച് നിൽക്കുന്നവരുടെ കവിളിലും തട്ടിയവൻ വിജയിയെ പോലെ സ്ലാബിലേക്ക് കയറിയിരുന്നു. രാക്ഷസൻ, രാവണൻ. ഞാൻ കേട്ടു ദേവാ. കേട്ടെങ്കിൽ കാര്യമായിപ്പോയി. ദുഷ്ടൻ, കൊരങ്ങൻ. ദേവുട്ടാ വേണ്ട, ഇപ്പൊ കഴുത്തിൽ മാത്രമേ പാടായുള്ളൂ. വെറുതെ എന്നെ ഇങ്ങനെ മൂട്ടി മൂട്ടി പൊന്നുമോൾ അവസാനം പറുതിയിട്ട് നടക്കേണ്ട അവസ്ഥ വരുത്തിക്കരുത്. അല്പം കുസൃതിയോടെ അത് പറയുമ്പോൾ അവന്റെ നെഞ്ചിൽ പമ്മിക്കിടക്കുകയായിരുന്നു പെണ്ണ്. രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിയിരുന്നു. ഇടയ്ക്കൊന്ന് അലാറം കേട്ടെങ്കിലും അത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്നു. ദേവാ, ദേവാ. ഉറക്കം വരുന്നു ശ്രീയേട്ടാ. തലേണയിലേക്ക് മുഖം പൂഴ്ത്തി പിന്നെയും അവൾ കിടന്നു. എങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ കോളേജിലേക്ക് ഇറങ്ങുക. കോളേജിലോ? ഇത്രയും നേരത്തെയോ? 9 കഴിഞ്ഞു ദേവാ. 9? അവള് ചാടിപ്പിരണ്ട് എഴുന്നേറ്റു. ഏയ്, റിലാക്സ് ദേവാ. ഇറ്റ്സ് ഓക്കെ. നീ ഇങ്ങനെ ടെൻഷൻ ആവാനൊന്നുമില്ല. സോറി. എന്തിന്? ഒന്ന് പോയേ കൊച്ചെ. ചെല്ല്, പോയി ഫ്രഷ് ആവാൻ നോക്ക്. അവൻ കട്ടിലിനടുത്ത് ചെന്ന് ആ കവിളിലൊന്ന് തട്ടി. മോള്, അവൾ ഇങ്ങോട്ട് വന്നില്ലേ ശ്രീയേട്ടാ? ബാത്റൂമിൽ കയറും മുന്നേ മിത്തു ശ്രീയെ നോക്കി. ഇല്ലടോ, അവളോട് ഭയങ്കര ബിസി. കുഞ്ഞൂട്ടൻ വന്നല്ലോ. ഏ, ശ്രീകുട്ടി വന്നോ? വന്നു. എപ്പോ? രാവിലെയാണെന്ന് തോന്നുന്നു, ഞാൻ ചോദിച്ചില്ല. ശ്രീയേട്ടാ, നീ ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് അറിയാൻ ദേവാ. അതിന് കൃത്യമായി ഉത്തരം തരാൻ എന്റെ പക്കലുമില്ല. പക്ഷെ ഒന്നറിയാം, അവൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും ഒരു കാരണമാണെന്ന്. കൂടുതലൊന്നും പറയാതെ അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി കണ്ണാടി മുന്നിൽ നിന്ന് മുടി ചീകുമ്പോൾ കണ്ണ് മുന്നിലെ ടേബിളിൽ ചരിഞ്ഞു കിടക്കുന്ന സിന്ദൂരച്ചെപ്പിലേക്ക് പോയി. ഇന്നലത്തെ നിമിഷങ്ങളൊക്കെയും കൺമുന്നിലൂടെ ഓടി മറഞ്ഞു. മുഖത്തേക്ക് രക്തം ഇരച്ചു കയറുന്നത് അത്ഭുതത്തോടെ അവൾ പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്നുപോയി. താനും പ്രണയിനിയായിരിക്കുന്നു. എന്തോ ആ നേരം പഴയ ഓർമ്മകളൊന്നും അവളെ തേടി എത്തിയില്ല. താഴേക്ക് ചെല്ലുമ്പോൾ കണ്ടു അച്ഛന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞുണ്ണിയെയും അവന് തന്റെ പുതിയ ബാർബി ഡോൾ കളിക്കാൻ കൊടുക്കുന്ന കുഞ്ഞാറ്റയും. കുറച്ചുനേരം ആ കാഴ്ചയിൽ കണ്ണു നിറച്ച് സ്റ്റെപ്പിൽ അങ്ങനെ നിന്നു. പിന്നെ നേരെ അവരുടെ അടുത്തേക്ക് പോയി രണ്ടുപേർക്കും ഓരോ ഉമ്മ കൊടുത്തിട്ടാണ് ഡൈനിങ് ടേബിളിലേക്ക് പോയത്. നോക്കുമ്പോൾ നിവിയേട്ടനും ശ്രീകുട്ടിയും സതിയമ്മയും ഇരുന്ന് കഴിക്കുന്നു. എന്തോ ഒരു ചമ്മല് തോന്നി അടുത്തേക്ക് പോകാൻ. അതറിഞ്ഞ പോലെ അമ്മ തന്നെ നീട്ടി വിളിച്ചു. മിതു, നീ കഴിക്കുന്നില്ലേ? ചൂടാറി കുഞ്ഞെ, ദാ എല്ലാരും കഴിച്ചു തീരാറായി. അത് കേൾക്കാനിരുന്ന പോലെ ഓടി അമ്മയ്ക്കരികിലേക്ക് പോയിരുന്നു. സോറി അമ്മ. ഒന്ന് പോയടി. അവളുടെ കയ്യിൽ ചെറുതായി തല്ലി സതി കാസ്ട്രോൾ അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു. മിത്തു മുന്നിലിരിക്കുന്നവരെ നോക്കി. പുഞ്ചിരിയും പുച്ഛവും മാറി മാറി കിട്ടി. അമ്മ, ശ്രീയേട്ടൻ കഴിച്ചിട്ടാണോ പോയെ? ഇല്ല, ലേറ്റ് ആയതുകൊണ്ട് ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചോളാമെന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ കഴിച്ചില്ലേ? പ്ലേറ്റിലേക്ക് എടുത്ത് ഇടിയപ്പം നോക്കിയവൾ ചോദിച്ചു. എന്താ, അവൻ കഴിക്കാത്തോണ്ട് നിനക്കും വേണ്ടെന്നാണോ? സതിയുടെ നോട്ടം കണ്ടതും മിത്തു കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞിട്ട് അവനെ വിളിച്ച് ആഹാരം കഴിച്ചോന്ന് തിരക്ക് കേട്ടോ. ശരിയെന്ന പോലെ അവൾ തലയാട്ടി ആദ്യത്തെ പീസ് വായിലേക്ക് വെച്ചതും കേട്ടു പുച്ഛത്തോടെയുള്ള ശ്രീകുട്ടിയുടെ കമന്റ്. നല്ല ബെസ്റ്റ് ഭാര്യ, കൊള്ള എന്തായാലും. അതെ, നീ പറഞ്ഞു നേരെ ശ്രീകുട്ടി. മിത്തു നല്ല ഭാര്യ തന്നെയാണ്, ഐ നോ. ഓ, അതുകൊണ്ടാകും കെട്ടിയവൻ ജോലിക്ക് പോയിട്ടും ഭാര്യ ഇതൊന്നും അറിയാതെ ഉറങ്ങിക്കിടന്നത്. ശ്രീകുട്ടി, അത് നിന്നോടൊന്നും ഞാൻ ചോദിച്ചില്ല. അമ്മ പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണ് മിത്തു, അവൾ എന്നോടാണ് പറഞ്ഞത്. സോ മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം. അവ ശ്രീകുട്ടി, നിന്റെ അഭിപ്രായത്തിൽ മിത്തു ഒരു നല്ല ഭാര്യ അല്ല അല്ലേ? ശരി, സമ്മതിച്ചു. അപ്പൊ മിത്തു, മോൾ ഇന്നു മുതൽ ശ്രീകുട്ടിയെ ശ്രദ്ധിച്ച് ഓരോന്ന് ചെയ്യാൻ നോക്ക്. അവൾ എങ്ങനെ ഉത്തരവാദിത്തോടെ ഭർത്താവിനെ നോക്കുന്നു, കുഞ്ഞിനെ നോക്കുന്നു, എന്നിട്ട് അതുപോലെ നീയും കണ്ടുപിടിക്ക്. ഓക്കെ? അത്രയും മിത്തുവിനോട് പറഞ്ഞവർ ശ്രീകുട്ടിക്ക് നേരെ തിരിഞ്ഞു. ഇത്രയും പോരെ ശ്രീകുട്ടി, അതോ ഇനി എന്തേലും കൂടി പറയണോ? അത് കേട്ടതും നിവി അറിയാതെ ചിരിച്ചുപോയി. രൂക്ഷമായൊരു നോട്ടമായിരുന്നു അവന് കിട്ടിയ മറുപടി. അത് കണ്ടതും നിവി അവിടെ നിന്നും എഴുന്നേറ്റുപോയി. അല്ലേലും അമ്മയ്ക്ക് എന്നെ പൂജിക്കാൻ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. അത് പിന്നെ ഇവൾക്ക് മുന്നിലാകുമ്പോൾ അതിന് ആക്കവും കൂടും. ശ്രീകുട്ടി ചാടി എഴുന്നേറ്റ് കൈ കഴുകാൻ പോയതും സതി അവളെ കൈക്ക് പിടിച്ചു നിർത്തി. എന്താ, ഇനി എന്തേലും പറയാൻ ബാക്കിയുണ്ടോ? ഉണ്ട്. നീ ചാടിത്തുള്ളി എങ്ങോട്ടാ? നീ കഴിച്ച പാത്രം ആരെടുക്കും? ഞാൻ കോളേജിൽ പോകാൻ റെഡിയായി നിൽക്കുക. പാത്രം കഴുകാൻ പോയാൽ ഡ്രസ്സൊക്കെ ചീത്തയാവും. ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ആൾക്കാരൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ, അവരെങ്ങാനും എടുത്തോളും.
ഇവിടെ അങ്ങനെ ആരുമില്ലല്ലോ ശ്രീകുട്ടി. അല്ല, ഉണ്ടെങ്കിൽ തന്നെ നിന്റെ എച്ചൽ പ്ലേറ്റിൽ എടുക്കല്ല അവരുടെ ജോലി. അതുകൊണ്ട് മര്യാദയ്ക്ക് കഴിച്ച പത്രം എടുത്തുകൊണ്ടുപോയി കഴുകി വെച്ചോ. അല്ലെങ്കിൽ പൊന്നുമോൾക്ക് ഒരു തുള്ളി വെള്ളം ഈ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടില്ല. സതിയാണ് പറയുന്നത്. ദേഷ്യം കൊണ്ട് സതിയുടെ സ്വരം നന്നായി ഉയർന്നു. അമ്മേ! എന്താ മിത്തു? അതേ ദേഷ്യത്തോടെ സതി അവളെ നോക്കി. ഒന്നുമില്ല. അവള് പെട്ടെന്ന് തല കുനിച്ചു. എങ്കിൽ വേഗം കഴിച്ചിട്ട് എഴുന്നേൽക്കാൻ നോക്ക്. ഇന്ന് കോളേജ് ചെല്ലാൻ അവൻ പറഞ്ഞതല്ലേ. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ നിന്നെ അവിടെ ആക്കാം. തിരിച്ച് ഒരു ഓട്ടോയിലെങ്ങാനും വന്നാ മതി. അവള് തലയാട്ടി കുനിഞ്ഞിരുന്ന് ബാക്കി കഴിക്കാൻ തുടങ്ങി. അമ്മ ഓഫീസിലോട്ട് പോവാണോ? ശ്രീകുട്ടി ഞെട്ടലോട് അവരോട് ചോദിച്ചു. എന്താ? അതെന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നും അല്ലല്ലോ. ഞാൻ എന്നേ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ. അപ്പോ അമ്മയെന്ന് കാര്യമായി പറഞ്ഞതായിരുന്നോ? പിന്നെ ഞാൻ തമാശ പറഞ്ഞതാണെന്ന് കരുതിയോ നീ? സതി സ്വന്തം പാത്രം അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോഴേ ചോദിച്ചു. അത് കണ്ടതും ശ്രീകുട്ടിയും പാത്രം എടുത്ത് സതിക്കരികിലേക്ക് ചെന്നു. ഇന്നലെ വരെ അമ്മ ജോലിക്ക് പോയില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താണ്? എന്നെ കണ്ടപ്പോഴാണോ അമ്മ സ്വന്തം ജോലിയെപ്പറ്റി ഓർത്തത്? സതിയെ വഴിതടയും പോലെ മുന്നിലേക്ക് കയറി നിന്നായിരുന്നു ശ്രീകുട്ടിയുടെ ചോദ്യം. അതൊന്നും നിന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ശ്രീകുട്ടി. ബോധിപ്പിക്കണം. ബോധിപ്പിച്ചേ പറ്റൂ. ഇന്നലെ വരെ മകന്റെ കുഞ്ഞിനെ നോക്കാൻ ലീവ് എടുത്ത് വീട്ടിലിരുന്നയാൾ ഇന്ന് എന്റെ കുഞ്ഞിനെ നോക്കേണ്ടി വരുമെന്ന് പേടിച്ച് ജോലിക്ക് പോകുന്നെങ്കിൽ അതിന്റെ കൃത്യമായ മറുപടി എനിക്ക് കിട്ടണം. കിട്ടിയേ പറ്റൂ. ശ്രീകുട്ടി കയ്യിലിരുന്ന പ്ലേറ്റ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സതിക്ക് നേരെ ആക്രോശിച്ചതും സതി അവൾക്ക് ഒരെണ്ണം അങ്ങ് കൊടുത്തു. ശ്രീകുട്ടിയുടെ ബഹളം കേട്ട് അടുക്കളയിലേക്ക് ഓടി വന്ന നിവിയും നീലനും മിത്തുമെല്ലാം അത് കണ്ട് തറഞ്ഞു നിന്നുപോയി. സാധാരണ അമ്മയും മകളും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇങ്ങനെയൊന്ന് ആദ്യമാണ്. എല്ലാവർക്കും എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥ. ആ നിശബ്ദത ഭേദിച്ചത് സതി തന്നെയായിരുന്നു. നീ വളർന്നെന്നോ നിനക്കൊരു കൊച്ചിന്റെ അമ്മയാണെന്നൊന്നും ഞാൻ ഓർക്കില്ല ശ്രീകുട്ടി. ഇപ്പൊ നീ കാണിച്ച പോലെ എന്തെങ്കിലും ഇനി കാണിച്ചാൽ പൊന്നുമോളെ നീ എന്റെ കൈയുടെ ചൂട് ഇനിയും അറിയും. ജീവിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സ്വന്തം ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു, ആരെ നോക്കുന്നു, ഇതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നേരെ ചൊവ്വേ ജീവിക്കാമെങ്കിൽ മാത്രം ഇവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം. കത്തുന്ന മിഴികളുമായി ശ്രീകുട്ടി ഒന്ന് നോക്കി സതി അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നാലെ നീലനും. ശ്രീകുട്ടി വല്ലാത്തൊരു ഷോക്കിലായിരുന്നു. അമ്മ ആദ്യമായിട്ടാണ് തന്നോടിങ്ങനെ. അവൾക്ക് ശരീരം തളരുന്ന പോലെ തോന്നി. സൈഡിലെ സ്ലാബിൽ കൈത്താങ്ങി പിടിച്ചിട്ടും അവളുടെ വിരലുകൾ നിലത്തേക്ക് ഊർന്നുപോയി. അത് കണ്ടതും നിവി ഓടിപ്പോയി വട്ടം പിടിച്ചു. സന്തോഷമായി കാണുമല്ലേ? വല്ലാത്തൊരു ചിരിയോടെ ശ്രീകുട്ടി നിവിയെ നോക്കി. നിനക്കെന്താ ശ്രീകുട്ടി? ഞാൻ ഇനിയും അഭിനയിക്കല്ലേ പ്ലീസ്. അവൾ അവന്റെ മുന്നിൽ കൈകൂപ്പി പുറത്തേക്ക് നടന്നു. ശ്രീകുട്ടി മിത്തു അവളുടെ കയ്യിലേക്ക് പിടിക്കാൻ നോക്കി. പ്ലീസ് സഹതാപം കാണിക്കല്ലേ. ഉള്ളിൽ നീ സന്തോഷിക്കുവാണെന്ന് എനിക്കറിയാം. അല്ലേലും നിങ്ങളല്ല ഒറ്റക്കെട്ടല്ലേ. ഞാനല്ലേ പുകഞ്ഞ കൊള്ളി. അതുകൊണ്ടല്ലേ എന്നെ. ചുണ്ടിലെ ചോര തുടച്ചുകൊണ്ട് അവൾ സ്വന്തം മുറിയിലേക്ക് പോയി. നിവേട്ടാ ഏട്ടാ അവൾ എന്തൊക്കെയാ പറയുന്നേ? മിത്തു ഓടി വന്ന് നിവിയുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു. എനിക്കറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഒരാണ്, അതും ഇത്രയും നിസ്സഹായനായി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവനരികിലേക്ക് പോയി നിന്നു. ഇതേ സമയം സതിയുടെ മുറിയിൽ. ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? മോളെ തല്ലുമ്പോ ഇത്രയ്ക്ക് നോവുമായിരുന്നെങ്കിൽ പിന്നെന്തിനാ തല്ലാൻ പോയേ? കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ പോരായിരുന്നോ? അതിന്റെ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു ഭീഷണിയും. നിനക്ക് എന്താ പറ്റിയ ദേവി? എന്റെ ദേവി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എല്ലാം ആലോചിച്ചും കണ്ടും ക്ഷമയോടെ ചെയ്യുന്നവളായിരുന്നില്ലേ നീ? നീയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നടക്കുന്ന എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മകളെ തല്ലിയതിന്റെ അമർഷം വാക്കുകളിൽ ഒതുക്കാൻ കഴിയാതെ നീലൻ സതിയുടെ നേരെ പൊട്ടിത്തെറിച്ചു. ശ്രീക്ക് ഒന്ന് രണ്ട് തല്ല് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ ശ്രീകുട്ടിയെ ഒന്ന് നുള്ളി നോയിച്ചിട്ടില്ല നീലൻ. അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് അവൾക്ക്. ആ മോളെയാണ് താൻ. സതി കട്ടിലിൽ അതുപോലെ ഇരുന്നു. ദേവി നീ ഇങ്ങനെ ഇരിക്കാതെ എന്തേലും ഒന്ന് പറയുന്നുണ്ടോ? ഞാൻ എന്താ പറയണ്ടേട്ടാ? അവരുടെ സ്വരം വല്ലാതെ ഇടറിപ്പോയി. അത് നീയല്ലേ പറയണ്ടേ? എന്താ ഇപ്പൊ പറഞ്ഞ് നടത്തിയ നാടകത്തിന്റെ അർത്ഥമെന്ന്? ശ്രീകുട്ടി ഇനിയെങ്കിലും കുടുംബമായി ജീവിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം. അവരുടെ കണ്ണുകൾ തുടച്ച് നീലനെ നോക്കി. മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ മനസ്സിലാക്കിക്കാൻ ഒന്നുമില്ല ഏട്ടാ. ശ്രീകുട്ടി സ്വന്തം ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അവൾ ഒറ്റയ്ക്കാവണം. ഇതിപ്പോ കുഞ്ഞിനെ നോക്കാൻ ഞാനുണ്ട്. നിവിയെ പിന്നെ അവൾ നോക്കാറേയില്ല. സ്വന്തം കാര്യം നോക്കി തോന്നും പോലെയാണ് നടപ്പ്. ഒരു കുടുംബം എങ്ങനെയാണെന്നോ ഭർത്താവും കുഞ്ഞുമൊപ്പമുള്ള ജീവിതം എന്താണെന്നോ അവൾക്കറിയില്ല. അല്ലെങ്കിൽ അറിയാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി അത് പറ്റില്ലേട്ടാ. അവൾ ജീവിക്കാൻ പഠിക്കണം. അതും മറ്റാരും സഹായത്തിനില്ലെന്ന് മനസ്സിലാകുമ്പോ അവൾ നിവിയെ തിരിച്ചറിയാൻ തുടങ്ങും. അവനൊരു പാവം ചെറുക്കനായിട്ടാ.
ദേവി, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ അവൾ ഈ വാശിക്ക് വീട്ടിൽ നിന്ന് പോയാലോ? പിന്നെ ഏട്ടൻ ചിന്തിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ അവരങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ അവരെ തടയില്ല. ഏട്ടനും തടയരുത്. ദേവി, അവൾ എന്റെ മോളാണ് ഏട്ടാ. ഓരോ തവണയും അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്റെ ചങ്ക് പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് ഞാനതൊന്നും പുറത്തു കാട്ടാത്ത എന്താണെന്നറിയാമോ? അവള് നന്നാവണമെന്ന് കരുതി. എടോ, അവളുടെ വാശി അറിയാവുന്നോണ്ട് പറയുക. അവൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും ഏട്ടാ. എന്തായാലും നിവിയുടെ വീട്ടിലേക്ക് പോകില്ല. വാടക വീടാകും നോക്കുക. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴെങ്കിലും നിവിക്ക് അവന്റെ ഭാര്യയെ തിരിച്ചു കിട്ടട്ടെ. നമ്മളറിയാത്ത എന്തൊക്കെയോ അവരുടെ ഇടയിൽ നീറിപ്പുകയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒറ്റപ്പെടൽ എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു അവസരമായിരിക്കും. ഏട്ടന്റെ സങ്കടം എനിക്കറിയാം. എന്റെ മോളുടെ കുടുംബം നന്നാവാൻ ഇതെന്റെ അവസാന ശ്രമമാണ്. ഇതിലും ഞാൻ തോറ്റാൽ എന്റെ മോള് കരയാ ദേവി. ഒക്കെ നേരെയാവുമടോ. നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം. നീലൻ ഏങ്ങലടിക്കുന്ന അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് കട്ടിൽ തന്നെ ഇരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിരുന്നു. തന്റെ ലീവ് വേക്കൻസിൽ കയറിയ കുട്ടി 2 ദിവസം മുന്നേ ഇറങ്ങിയോണ്ടാണ് തനിക്ക് ഇന്നു മുതൽ തിരിച്ചു കയറേണ്ടി വരുന്നതെന്നൊന്ന് പറഞ്ഞാൽ തീരുമായിരുന്ന പ്രശ്നം താൻ എന്തിനാ ഇത്രയ്ക്കും വലിച്ചു നീട്ടിയെന്ന് ആലോചിച്ചിട്ട് അവർ തല ഉയർത്തി അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവുമായിരുന്നില്ലല്ലോ. ഇതിപ്പോ എനിക്ക് കുഞ്ഞാറ്റയോടാ കൂടുതൽ ഇഷ്ടമെന്നുള്ള കോംപ്ലക്സ് കൊണ്ട് അവള് കുഞ്ഞുണ്ണിയെ നന്നായി ശ്രദ്ധിച്ചോളും. ഇതൊക്കെ ശരിയാവോടോ? ശരിയാക്കാൻ ഞാൻ മാക്സിമം നോക്കുമേട്ടാ. എന്റെ മോളുടെ ജീവിതമല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ അവളായി ഒക്കെ ശരിയാക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിവിയായിട്ട് എല്ലാം നേരെയാക്കിക്കോളാമെന്ന് പറഞ്ഞതും ഞാനിപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാ ഞാനായിട്ട് ഇതിനെല്ലാം മുന്നിട്ടിറങ്ങിയത്. എന്റെ മോന്റെ ജീവിതം ഒരു കരക്കെടുത്തു. ഇനി എന്റെ മോളാണ്. അവള് നന്നായി ജീവിക്കുന്ന എനിക്ക് കാണണം. അതിനെനിക്ക് അവൾക്ക് മുന്നിൽ മോശമാകേണ്ടി വന്നാൽ എനിക്ക് അതിന് മടിയില്ലേട്ടാ. കാരണം എന്റെ മക്കൾ, എന്റെ കുടുംബം, അതാണ് എനിക്കെല്ലാം. അപ്പോ നിറയെ ഇഷ്ടത്തോടെ നന്ദു കൃഷ്ണ. കഥ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.